തലേ കയറ്റി വെക്കും. അത്രയും വലിയ ഉത്തരവാദിത്വം എനിക്ക് വേണ്ട. എന്റെ പ്രായത്തെ ബഹുമാനിച്ചാ മതി. ഈ വീട്ടിൽ നിങ്ങൾക്ക് എപ്പോഴും ബഹുമാനം ഉണ്ടായിരിക്കും ഇളമേ. വസു ഇവിടെ ഉള്ളപ്പോ ബഹുമാനത്തിന് എന്താ കുറവ് ഏട്ടത്തി? അമ്മായിയായി എന്നെ ഇത്ര നന്നായിട്ട് നോക്കുമ്പോ എത്രയായാലും സ്വന്തം അമ്മയെ പോലെ നിങ്ങളെയും വസു നോക്കില്ലേ ഏട്ടത്തി? നാവുണ്ടെന്ന് കരുതി നിങ്ങൾ തോന്നിയ പോലെ സംസാരിക്കുകയാണോ? അയ്യോ, അതെ അതെ, വസു എന്നെ നന്നായി നോക്കുന്നുണ്ട് അടുത്തി. ശരി, എല്ലാരും ജോലിയൊക്കെ കളഞ്ഞിട്ട് എന്റെ ചുറ്റും നിൽക്കുക. പോയി അവരവരുടെ ജോലി നോക്ക്. അമ്മ വസുവേട്ടത്തിയെ പുകഴ്ത്തി പറയുകയാണല്ലോ. അമ്മയെ കൊണ്ട് തന്നെ വസുവേട്ടത്തിക്ക് വഴക്ക് വാങ്ങിക്കൊടുക്കാം. സേഠ്ജി, പുതിയ ആഭരണങ്ങൾ എന്തെങ്കിലും വന്നോ? വന്നിട്ടുണ്ട് മാഡം, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്നാ പിന്നെ ആഭരണങ്ങളും കൊണ്ട് ഒന്ന് വീട്ടിലേക്ക് വരാമോ? സ്വർണം വാങ്ങണമായിരുന്നു. ഉറപ്പായും മാഡം, 1/2 മണിക്കൂറിനകം അവിടെ എത്തും. താങ്ക് യു സേഠ്ജി. എന്താടി ആന്റി ആയിരുന്നോ? ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തിനാ വസുവിന്റെ ഫോണിൽ നിന്ന് വസുവിന്റെ ശബ്ദത്തില് സേഠ്ജിയെ വിളിച്ചത്? ആവറിനായിട്ട് സേഠ്ജിയോട് വരാൻ പറഞ്ഞ എന്തിനാ? വസുവേട്ടത്തിക്ക് അമ്മയിൽ നിന്ന് നല്ല വഴക്ക് വാങ്ങിക്കൊടുക്കാൻ. അമ്മ വസുവേട്ടത്തിയെ തലയിൽ കയറ്റി വെച്ച് പുകഴ്ത്തുകയല്ലേ, അതുകൊണ്ടാ ഫ്രഷ് ആയിട്ട് ഒരു പ്ലാൻ ഇട്ടത്. എന്ത് ചെയ്താലും നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? ചേർന്നാ ചെയ്യാൻ പോകുന്നത്. പ്ലാൻ പറഞ്ഞു തരാം, കേട്ടോ. ഇതാണ് പ്ലാൻ. പ്ലാൻ സൂപ്പർ ആയിട്ടുണ്ടടി. എല്ലാവരുടെ മുന്നിൽ ആ വസുവിനെ ഒരു പാഠം പഠിപ്പിക്കണം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അമ്മയുടെ മുമ്പിൽ വസുവേട്ടത്തിയുടെ ഇമേജ് ഓരോ ദിവസവും ഇല്ലാതാകണം. വസുവേട്ടത്തിയുടെ പേര് കേട്ടാലേ അമ്മയ്ക്ക് എരിച്ചിൽ കയറണം. അമ്മ വെറുക്കണം. നീ വിചാരിച്ച പോലെ ഒന്നല്ല, കുറേശ്ശെ വില്ലത്തിയെ മാറുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. ഈ വീട്ടിലാരെയും കാണാനില്ലല്ലോ. വസു, ഭാവനെ, വസു. ആരാ അവരൊക്കെ? നമ്മുടെ വീടിനടുത്തുള്ളവരാ. അവരുടെ വീട്ടിലെന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ക്ഷണിക്കാൻ വന്നതായിരിക്കും. കറക്റ്റ് സമയത്താ വന്നത്. ഇവരുടെ മുമ്പിലും വസുവേട്ടത്തി നാണം കെടും. എന്താ ചേച്ചി ഇപ്പൊ വന്നേ? ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലൊരു പൂജയുണ്ട് ഭാവനെ. നിങ്ങളെ രണ്ടുപേരും ഉറപ്പായിട്ടും വരണം. ഉറപ്പായിട്ടും വരും. ചേച്ചി എപ്പോഴാ തിരിച്ചു വന്നേ? ഇന്നലെ ഞാൻ വന്നത്. എന്താ സുഖാണോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാ വിഷമം. മക്കളുടെ കൂടെ നിൽക്കാതെ നാട്ടിൽ പോയി നിൽക്കുകയല്ലേ. ഞാൻ നാട്ടിലേക്ക് പോയതില് എന്റെ മക്കൾക്കും മരുമക്കൾക്കും ഒരു ബന്ധവുമില്ല. എല്ലാ കാര്യങ്ങൾക്കും വസു ഉള്ളപ്പോ ഇവിടെ എന്താ ഒരു കുറവ്? ശരിയാ പറഞ്ഞത്. വസുവിനെ പോലൊരു മരുമകളുണ്ടെങ്കിൽ ഒരു വീട്ടില് ഒരു കുറവും ഉണ്ടാവില്ല. അതെ അതെ, ഞങ്ങളുടെ വസുവേട്ടത്തി ഒറ്റയ്ക്ക് എല്ലാ ജോലിയും ചെയ്യുന്നത്. ഞങ്ങളുടെ വസു ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഈ വീടിന്റെ അന്തസ്സെന്ന് പറയുന്നത് വസുവാ.
ഒന്നത്. എന്താ സേട്ടു പതിവില്ലാതെ? വസു മാഡമാണ് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. എന്തിനാ സേഠ്ജി? വസു എന്തിനാ നിങ്ങളോട് വരാൻ പറഞ്ഞേ? പുതിയ ആഭരണങ്ങൾ വേണമെന്ന് വസു മാഡം പറഞ്ഞു മാഡം. ആ, ആഭരണങ്ങളോ? ആർക്കാ സേഠ്ജി? വേറെ ആർക്കാ? വസു മാഡത്തിന് തന്നെയാണ്. അപ്പോ വസു പുതിയ ആഭരണങ്ങൾ വാങ്ങാൻ പോവാണല്ലോ. എന്താ വസുവേട്ടത്തി ഇത്? ആഭരണം വാങ്ങുന്ന കാര്യം ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ആ ഭാവന എടുത്തിയോട് പറഞ്ഞോ? അല്ല എടുത്തി, വസു ആഭരണം വാങ്ങാൻ പോകുന്നത് എടുത്തി എടുത്ത് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല ഏട്ടത്തി, എന്നോടൊന്നും പറഞ്ഞില്ല. ചേച്ചിയോടൊരു വാക്ക് പറയാതെ വസു എങ്ങനെ ആഭരണം വാങ്ങുന്നത്? വസു നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടല്ലേ ചെയ്യാറുള്ളൂ. ഏട്ടനോട് പറഞ്ഞു കാണും അല്ലേ ഏട്ടാ? സേട്ടു, ആഭരണങ്ങൾ വേണമെന്ന് വസുന്ധര പറഞ്ഞിരുന്നോ? അതെ സർ, ഇപ്പോഴാണ് ഫോൺ ചെയ്ത് പുതിയ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോവാ, വാങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോ അവൾക്ക് മാത്രം സ്വർണം വാങ്ങാനായിട്ടാണോ വിളിച്ചു വരുത്തിയത്? അതല്ലെങ്കിൽ എല്ലാവർക്കും കൂടി വേണമെന്ന് പറഞ്ഞോ സേഠ്ജി? എല്ലാവർക്കും ഒന്നും പറഞ്ഞില്ല മാഡം, ആഭരണം വേണോന്നേ പറഞ്ഞുള്ളൂ. ഓ, അപ്പോ വസുവേട്ടത്തിക്ക് വേണ്ടിയായിരിക്കും ആഭരണം വാങ്ങാൻ വിളിച്ചത്. നല്ല കാര്യം. വാങ്ങിക്കേടത്തി, ഞങ്ങളൊന്നും വിചാരിക്കില്ല. ഏടത്തിക്ക് എത്രയാണോ ആവശ്യം അത്രയും വാങ്ങിക്ക്. അതെന്താ വസു തനിക്ക് മാത്രം സ്വർണം വാങ്ങുന്നേ? അതെന്ത് ശീലവാ? ഈ വീട്ടിലിപ്പോ അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നേ? അവരവരുടെ കാര്യം അവരവര് നോക്കി നടത്തുന്നു. ആർക്കും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവര് തന്നെ വാങ്ങിക്കുന്നു. വസു അങ്ങനത്തെ ഒരാളല്ലേ ലേമേ? ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ഇന്നലെ ഞാൻ എടുത്തു വെച്ച പാല് വസുവേട്ടത്തി ഉണ്ണിക്ക് കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞോ ഇല്ലയോ ഭാവനെടുത്തി? അതെന്തോ ഒരു അബദ്ധത്തിൽ നടന്നുപോയതല്ലേ? വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നാണോ? ഇന്നലെ അവൾ ഇഷ്ടത്തിന് ചെയ്തു, ഇന്നും അവളുടെ ഇഷ്ടത്തിന് ചെയ്യാന്ന് അവള് വിചാരിച്ചു കാണും. ചുമ്മാ ഓരോന്ന് പറയില്ലേ ഇളയമ്മേ? വസുവെടുത്തിയെ പറ്റി ഇളയമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. അങ്ങനെയെങ്കിൽ വസുവേട്ടത്തി സേഠ്ജിയെ ഫോൺ വിളിച്ച് ആഭരണം കൊണ്ടുവരാൻ പറഞ്ഞ എന്തിനാ? ഭാവനെടുത്തിക്ക് വേണ്ടിയും കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ? ഗർഭിണിയായ എനിക്കും ആഭരണം വാങ്ങി ഇടാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കും കൂടി കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ? ഒരാൾക്ക് വേണ്ടി മാത്രം ഓർഡർ കൊടുത്തത് എന്തിനു വേണ്ടിയാ? അത് സ്വാർത്ഥതയല്ലാതെ പിന്നെ വേറെ എന്താ? നീ ഒന്ന് വാ എടുക്കടി. ഒന്ന് നിർത്തിയാക്കില്ല. എന്താ വസു ഇത്? ഇപ്പോഴല്ലേ ഞാൻ നിന്നെ പുകഴ്ത്തിയത്? അതിനിടയിൽ വേറെ കൃത്യം കാണിച്ചോ? എല്ലാവർക്കും ആഭരണം വാങ്ങാതെ നിനക്ക് മാത്രമായിട്ട് എങ്ങനെ വാങ്ങും? അതിനെന്താ എടുത്തി? ഈ വീട്ടിൽ അഭിയൊരുത്തനല്ലേ സമ്പാദിക്കുന്നത്? ഭർത്താവ് സമ്പാദിക്കുന്നതല്ലേ? അപ്പൊ അവളുടെ ഇഷ്ടം. ആഭരണം വേണേ വാങ്ങിക്കാം, ഫാക്ടറി വേണേലും വാങ്ങിക്കാം. അതെ ആന്റി, എന്റെ ഭർത്താവ് വീൽ ചെയറിലാണല്ലോ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും വാങ്ങാത്തത്. ഹാ, ഭാസ്കരേട്ടൻ ആദ്യം മുതലേ പഞ്ചപാവുക. മാട് പോലെ പണിയെടുക്കുന്നതല്ലാതെ ഭാവനയെടുത്തേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ചിന്ത പോലും ഉണ്ടാവില്ല. കയ്യിൽ പണമുള്ളവൻ അധികാരവും
ബലമുള്ളവൻ അധികാരം എന്ന പോലെ എല്ലാം വസുവിന്റെ ഇഷ്ടമാണ് എടുത്തി ഇവിടെ. മതിയാക്കിളയമേ. സേട്ടു, സത്യമായിട്ടും വസുന്ധര നിങ്ങളെ വിളിച്ച ആഭരണങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നോ? ഞാൻ എന്തിനാണ് സാർ കള്ളം പറയുന്നത്? വേണമെങ്കിൽ എന്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തോളൂ. വസു മാഡത്തിന്റെ ഫോണിൽ നിന്നാണ് ഇൻകമിംഗ് കോൾ വന്നത്. വസുവേട്ടത്തി ഫോൺ ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടത് സേഠ്ജിയോടല്ല ഏട്ടാ, വസുവേട്ടത്തിയോടാ. എന്താ വസു, നീ സേട്ടിന് ഫോൺ ചെയ്തോ ഇല്ലയോ? പറ വസു, ഇങ്ങനെ മിണ്ടാകുന്ന എങ്ങനെയാ? ഫോൺ വിളിച്ചില്ലെന്ന് പറയുമോളെ, വായടച്ച് വയ്ക്കട്ടെ എല്ലാം. വസുവേട്ടത്തി ഫോൺ ചെയ്യാതെ സേഠ്ജി എങ്ങനെയാ വരുന്നേ? നീ വായടയ്ക്ക്. നിങ്ങൾ രണ്ടും കൂടെ ഒപ്പിച്ച പണിയായിരിക്കും. ഞങ്ങൾ എന്താണ് ചെയ്തത്? എല്ലാം വസു തന്നെയായിരിക്കും ചെയ്തത്. എന്താ വസു മിണ്ടാതെ നിൽക്കുന്നേ? എന്താ ഉണ്ടായതെന്ന് തുറന്ന് പറ. സേട്ടിന് ഫോൺ ചെയ്തോ ഇല്ലയോ? ചെയ്തു അമ്മേ. പുതിയ സ്വർണം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇത്രയും നാളെ നീ വളരെ നല്ല പെണ്ണാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആഭരണം വേണമോ വേണ്ടോ എന്ന് പറയൂ മാഡം. സേട്ടു, ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം. ഇപ്പൊ എന്തായാലും പൊയ്ക്കോളൂ. സേഠ്ജി എന്തിനാ പറഞ്ഞു വിടുന്നത്? ആഭരണങ്ങൾ വാങ്ങിക്കട്ടെ. വസുവേട്ടത്തി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഇനി ഞങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. ആഭരണം വാങ്ങിച്ചോട്ടെ അബി. ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോളൂ സേട്ടു. ശരി അബ്രഹാം സാർ. അയൽപക്കത്തുകാരുടെ മുമ്പിലും സേട്ടിന്റെ മുമ്പിലും ഞങ്ങളെ അപമാനിച്ചില്ലേ വസു? ഇപ്പോഴാ നിനക്ക് വലിയൊരു മനസ്സുണ്ടെന്ന് വിചാരിച്ചേ. പക്ഷെ ഇത്രയും സ്വാർത്ഥത കാണിക്കുമെന്ന് വിചാരിച്ചില്ല. സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവരെ കുറിച്ച് നിനക്കുള്ള ശ്രദ്ധ ഞാൻ കണ്ടതാ. സ്വത്തെല്ലാം കിട്ടിയ ശേഷം നിന്റെ ബുദ്ധിക്ക് എന്താ ഇങ്ങനെ മാറ്റം ഉണ്ടായേ? എന്നോട് നീ കാണിക്കുന്ന സ്നേഹ ബഹുമാനമൊക്കെ വെറുതെയാണോ? ഞാൻ ഉള്ളപ്പോ ഒരു രീതിയിലും ഇല്ലാത്തപ്പോ വേറൊരു രീതിയിലും പെരുമാറുന്ന പോലെ തോന്നുന്നു. കാര്യം അറിയാണ്ട് സംസാരിക്കല്ലേ അമ്മേ. വസു എടുത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല. അതെ അമ്മേ, വസുവിന് സ്വാർത്ഥത എന്ന് പറയുന്നത് തീരെയില്ല. അവൾ ഒരിക്കലും അങ്ങനെ കാണിച്ചിട്ടുമില്ല. എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിരിക്കണമേ. വസുവിനെ തെറ്റിദ്ധരിക്കരുത്. സേഠ്ജിയെ ഫോൺ ചെയ്ത് ആഭരണം വേണോന്ന് പറഞ്ഞെന്ന് വസുവിനെ സമ്മതിച്ചില്ലേ? എന്നിട്ട് തെറ്റിദ്ധരിക്കല്ലെന്നൊക്കെ പറഞ്ഞ വസുവേട്ടത്തി എന്തൊക്കെ ചെയ്താലും ഭാസ്കരേട്ടനും ഭാവനേട്ടത്തിക്കും വലുതായിട്ടേ തോന്നൂ അമ്മേ. കാവ്യയുടെ കല്യാണം നടത്തി കൊടുത്തതല്ലേ, ആ നന്ദിയും കടപ്പാടും കാണിക്കേണ്ടതല്ലേ? ഈ വീട്, സ്വത്ത്, സമ്പാദ്യമെല്ലാം അബിയുടേതായിരിക്കും വസു. പക്ഷെ അതുള്ളതുകൊണ്ട് നീ ഇങ്ങനെ സ്വാർത്ഥത കാണിക്കരുത്. അബി ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. അബിയുടെ ഭാര്യയായ നീ വേണോ അത് കാത്തു സൂക്ഷിക്കാൻ? അബിയെ നാണം കെടുത്തരുത്. അറിയാതെ ചെയ്തത് അമ്മ. എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല.
എന്താണ് കള്ളമെന്നും കുറ്റം ആരോപിച്ചവരുടെ മനസാക്ഷിക്കറിയാം. ആരാ കുറ്റം ചുമത്തിയത് അബി? അമ്മ ഇപ്പൊ വിശ്വസിക്കുന്ന ഒന്നും സത്യമല്ല അമ്മേ. വസുന്ധര സേട്ടുവിനെ വിളിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തു എന്ന് സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് ഉടനെ തന്നെ മനസ്സിലാവും. വസുന്ധര എനിക്ക് തരുന്ന ബഹുമാനം സംരക്ഷിക്കാനല്ല, നമ്മളെല്ലാരും വസുന്ധരയുടെ ബഹുമാനം വേണം സംരക്ഷിക്കാൻ. സ്വത്തിനോ ആഭരണങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അല്ല വസുന്ധര. ഈ കുടുംബത്തിന് വേണ്ടി വേണമെങ്കിൽ അവൾ അവളുടെ ജീവൻ വരെ നൽകും. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ സ്വത്ത് മാത്രമാണ് വിട്ടു തന്നത്. എന്നാൽ വസുന്ധര അവൾ അവളുടെ ജീവിതം വരെ ത്യാഗം ചെയ്തിരിക്കാം. അങ്ങനെയുള്ള വസുന്ധരെ അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സോറി. യെസ് യെസ്, അമ്മയുടെ വസുവേട്ടത്തിക്ക് വഴക്ക് കിട്ടി. പുറത്തുള്ളവരുടെ മുമ്പിൽ വെച്ച് വസുവേട്ടത്തി നാണം കിട്ടു. എന്റെ ദേഷ്യവും പകയും കുറച്ചൊന്ന് കുറഞ്ഞു. എന്നാലും വസുവേട്ടത്തി താനാണ് സേഠ്ജിയെ ഫോൺ ചെയ്തതെന്ന് കള്ളം പറഞ്ഞത് എന്തിനായിരിക്കും? എന്തിനാ വേണോന്ന് വെച്ച് അമ്മയുടെ വഴക്ക് കേട്ടത്? ഇതിന്റെ പിന്നില് വസുവേട്ടത്തിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവോ? അതിന് എന്തായിരിക്കും? എന്താ എടുത്ത് ഇവിടെ നിൽക്കുന്നേ? അമ്മ വഴക്ക് പറഞ്ഞതിൽ ഫീൽ ആയിട്ടാണോ? എന്നാലും ചെയ്തേ തെറ്റല്ലേ എടുത്തി? സ്വന്തമായിട്ട് ആഭരണം വാങ്ങാന്ന് വിചാരിച്ചത് സ്വാർത്ഥതയല്ലേ ഏട്ടത്തി? തല്ലാന്ന് വിചാരിക്കുമ്പോ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. എന്ത് മനുഷ്യത്തില്ലാത്ത സ്വഭാവ. എന്തിനാ ഏട്ടത്തി എന്നെ വഴക്ക് പറയുന്നേ? ഞാനെന്ത് ചെയ്തിട്ടാ? മതി കാർത്തിക നിന്റെ നാടകമൊക്കെ. എന്റെ ഫോൺ എടുത്ത് സേഠ്ജിയെ വിളിച്ചത് നീയാണെന്ന് എനിക്കറിയാം. നീ മനഃപൂർവ്വമാണ് അമ്മയിൽ നിന്നും എനിക്ക് വഴക്ക് വാങ്ങി തന്നത്. നിങ്ങളുടെ ഫോൺ എടുത്ത് ഞാൻ ഇതിന് സേഠ്ജിയെ വിളിക്കണം? ഞാൻ നിങ്ങളുടെ ഫോണ് തൊടാറേയില്ല. ഇപ്പൊ ഞാൻ എന്റെ ഫോൺ ചെക്ക് ചെയ്തു. എന്റെ ഫോൺ എടുത്ത് നീ സേഠ്ജിയെ വിളിച്ച സമയം കോൾ ലിസ്റ്റിലുണ്ട്. ആ സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുമായിരുന്നു. ആ തെളിവ് മതി അമ്മയുടെ മനസ്സിൽ നിന്നോട് വെറുപ്പ് തോന്നാൻ. മനസ്സിലായോ? നല്ല ലോജിക്കാ കണ്ടുപിടിച്ചത്. നിങ്ങൾ ജീനിയസാ. ഒരു ഡിറ്റക്റ്റീവ് ആകാനുള്ള കഴിവുണ്ട്. ഞാൻ സേഠ്ജിയെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അമ്മയുടെ കൂടെയായിരുന്നു. നിങ്ങളുടെ ഫോണ് കയ്യിലില്ല. പക്ഷേ ആ ഫോൺ എടുത്ത് ഞാനാണ് സംസാരിച്ചതെന്ന് അമ്മയുടെ അടുത്ത് എങ്ങനെ പ്രൂവ് ചെയ്യും? അതിന് എന്ത് എവിഡൻസ് ആണ് ഉള്ളത്? നിന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ നീ തന്നെ സത്യം പറയും. നിങ്ങൾ ഡിറ്റക്റ്റീവ് മാത്രമല്ല പോലീസും കൂടിയാ. പക്ഷേ നിങ്ങൾക്ക് എന്നെ തല്ലാനാവില്ല. എന്തുകൊണ്ടെന്നാ ഞാനിപ്പോ പ്രഗ്നന്റാ. എന്തിനാ കാർത്തിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പക, നിങ്ങളോടുള്ള പ്രതികാരം. ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യവും പകയൊക്കെ? എന്നെ വഴക്ക് പറഞ്ഞ് തല്ലി അപമാനിച്ചതിന്, ആവശ്യമില്ലാതെ ഓരോ പണിയെടുപ്പിച്ചതിന്. അതല്ല നിന്റെ നല്ലതിന് വേണ്ടിയാ ചെയ്തത്. നീ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ വിശ്വസിക്കാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്നെ ഞാൻ എന്റെ സ്വന്തം അനിയത്തെ പോലെ കാണുന്നേ. നീ മകളും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാ. ഈ ഫാമിലിയിൽ ഒരാളായിട്ട് നീ എന്നും ഉണ്ടായിരിക്കണമെന്ന് കരുതിയിട്ടാ. ഈ ഡ്രാമയൊന്നും എന്നോട് വേണ്ട ഏട്ടത്തി. നിങ്ങൾ ഉള്ള പ്രതികാരം. നിങ്ങളുടെ ഡിറ്റക്റ്റീവ് മാത്രമല്ല പോലീസും കൂടിയാ. എന്തിനാ കാർത്തിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ
അതിരിക്കട്ടെ, സേഠിയെ നിങ്ങളല്ല വിളിച്ചതെന്നും ഞാനാണ് വിളിച്ചതെന്നും അമ്മയോട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്തിനാ ആവശ്യമില്ലാതെ അത്രയും വഴക്ക് കേട്ടത്? നിനക്ക് വേണ്ടി. സത്യം പറയാൻ വേണ്ടിട്ട് ഒരു നിമിഷം മാത്രം മതിയായിരുന്നു. പക്ഷെ എല്ലാവർക്കും നിന്നോട് വെറുപ്പ് തോന്നും. ദേഷ്യത്തില് അമ്മ ചിലപ്പോ നിന്നെ തല്ലേന്ന് വരും. നീ ഗർഭിണി ആയതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടത്. നിനക്ക് കിട്ടേണ്ട അപമാനം മൊത്തം ഞാൻ ഏറ്റുവാങ്ങി. എന്തിനാ നിങ്ങൾക്ക് എന്നോട് ഇത്രയും സഹതാപം? നിനക്ക് ഇനിയും മനസ്സിലായില്ലല്ലേ? കാർത്തിക, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എല്ലാവരോടും നന്നായിട്ട് പെരുമാറ്. ആവശ്യമില്ലാത്ത വഴക്കും തർക്കവും ഒക്കെ എന്തിനാ? സമാധാനത്തോടെ സന്തോഷമായിട്ടിരിക്കുക. ഈ വീട്ടിൽ നിനക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നിന്നെ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാം. അഖില് പെട്ടെന്ന് തന്നെ നടക്കും. നിന്റെ ജീവിതം പിന്നെ സന്തോഷത്തിലാവും. ഈ ഒരേ പല്ലവി നിർത്തേടത്തി. കേട്ട് കേട്ട് വെറുത്ത് ബോറടിക്കുക. ഡിവോഴ്സും വാങ്ങി ജീവനാംശത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചതാ. പ്രതീക്ഷിക്കാതെ പ്രഗ്നന്റ് ആയി. എന്ത് ചെയ്യണമെന്നറിയാതെ വേറെ വഴിയില്ലാതെ ഇവിടെ നിൽക്കുക. അപ്പോ അഖിലിനോടും നിന്റെ കുഞ്ഞിനോടുമുള്ള സ്നേഹം കൊണ്ടല്ലേ നിൽക്കുന്നത്? ഞാൻ അത്രയ്ക്ക് നല്ലവളാണെന്ന് നിങ്ങൾ എങ്ങനെ വിചാരിച്ചു? ഐ എം എ ബാഡ് ഗേൾ. നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ ബാഡാ ഞാൻ. വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിലും ഡിവോഴ്സ് വാങ്ങിയാ ജീവനാംശം കിട്ടും. പക്ഷെ ഇവിടെ നിന്നാ പകുതി സ്വത്ത് കിട്ടില്ലേ? അതുകൊണ്ടാ ഇവിടെ നിൽക്കുന്നേ. അഖിലിന്റെ കാലിന് സ്വാധീനം വന്നാലും ഇല്ലെങ്കിലും എനിക്ക് സ്വത്ത് കിട്ടുമെന്നുള്ള സന്തോഷത്തിലായിരുന്നത്. കറക്റ്റ് സമയത്ത് അമ്മ കയറി വന്നു. അവര് നിങ്ങളെ തലയിൽ കയറ്റി വെച്ച് പുകഴ്ത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ അമ്മയെ കൊണ്ട് നിങ്ങളെ വഴക്ക് കേൾപ്പിക്കുന്നത്. നിങ്ങളോടുള്ള പക എനിക്ക് തീർക്കാൻ വേണ്ടി. ഇനി അങ്ങോട്ടും ഞാൻ അത് തന്നെ ചെയ്യും. ദിവസവും നിങ്ങൾ കണ്ണീര് കുടിക്കണം. എനിക്ക് സന്തോഷം കിട്ടണം. എന്താ ഇടത്തി, ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിങ്ങളുടെ വെളിവ് പോയി ചിരിയാണോ വരുന്നത്? ഇനി നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്റെ പൊന്ന് കാർത്തികേ, എന്നെ കുറിച്ച് ഇത്രയൊക്കെ നിനക്ക് അറിയായിരുന്നിട്ടും എനിക്കെതിരെ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അഹങ്കാരവും ഭ്രാന്തവും ഒന്നും എനിക്കല്ല പിടിച്ചത്, നിനക്കാ. ഇത് എത്രയും പെട്ടെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. നീ കാത്തിരുന്നോ? ബസ് എടുത്ത് എന്ത് ചെയ്യാൻ പോവാ? ഇവർക്ക് എന്താ ഇത്ര ധൈര്യം? ഏട്ടന് കോഫി വേണ്ടേ? കാരണമാണ് വേണ്ടത്. എന്ത് കാരണം? ചെയ്യാത്ത തെറ്റ് എന്തിനാണ് സമ്മതിച്ചത്? ചെയ്യാത്ത എന്ത് തെറ്റാ? ആഭരണങ്ങൾ ആവശ്യപ്പെട്ട് താൻ സേട്ടുവിന് ഫോൺ ചെയ്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്തു ഏട്ടാ. കള്ളം പറയരുത്. സേട്ടിന് ഫോൺ ചെയ്തത് താനല്ല, കാർത്തികയാണ്.